സത്യത്തിൽ ഞങ്ങൾ അതിനെക്കുറിച്ചൊരു ഗ്ലിംസും കഴിഞ്ഞ വർഷം എൻ്റെ ബർത്ത്ഡേക്ക് ഇറങ്ങിയ ഒരു ഗ്ലിംസും പിന്നെ 1-2 പോസ്റ്റേഴ്സ് മാത്രമേ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഇറക്കിയിട്ടുള്ളൂ. ഇത് ഞാൻ എപ്പോൾ എവിടെ നടന്നു പോയാലും ആരോ മൊബൈൽ ഫോണിൽ ഒരു വീഡിയോ എടുത്തിട്ട് പാട്ട് വിട്ട് സ്ലോ മോഷനിൽ റെക്കോർഡിങ്ങും ചെയ്ത് അത് ഇൻസ്റ്റാഗ്രാമിൽ ഇടുമ്പോൾ അതിനെക്കുറിച്ചൊരു കോൺവെർസേഷൻ ഉണ്ടാകും. അതിനെക്കുറിച്ചൊരു പിന്നെ ആ സിനിമയെക്കുറിച്ച് വീണ്ടും ഒരു വർത്തമാനം ഉണ്ടാവും. ഞങ്ങൾ ഉദ്ദേശിച്ചല്ലത്. ദാറ്റ്സ് നോട്ട് ഇൻ അവർ കൺട്രോൾ. ഇതൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്ത് ചെയ്യുന്നതൊന്നും അല്ല. അത് എത്രത്തോളം വിശ്വസനീയമാണെന്ന് എനിക്കറിയില്ല. സോ റൈറ്റ് നൗ ഐ ഫീൽ ലൈക്ക് ഒരു കൺട്രോളും ഇല്ലല്ലോ ആ പടത്തിൽ. ലൈക്ക് വി ആർ റിയലി അൺഏബിൾ ടു കൺട്രോൾ എന്നുള്ളൊരു ഫീലിംഗ് എനിക്കുണ്ട്. സോ അതിനൊരു കൃത്യമായൊരു പ്രോസസ്സോ ഉത്തരമോ ഒരു ഇക്വേഷനോ ഒന്നും ഞങ്ങൾക്ക് ഇപ്പോൾ അറിയില്ല. ഐ ഹോപ്പ് മാർക്കറ്റിംഗ് becomes more structured, it becomes more scientific, and it becomes even more a mainstream skill set. കാറ്റലിസ്റ്റിന്റെ വിവേക് അവിടെ നിൽക്കുന്നുണ്ട്. വിവേക് വിൽ ടെൽ യു. ഞാൻ ഇപ്പോഴാണല്ലോ ആൾക്കാർ പറയാം പൃഥ്വിരാജ് ഇങ്ങനെ മാർക്കറ്റിംഗ് എന്നൊക്കെ പറഞ്ഞു. ഇപ്പോഴൊന്നും ഞാൻ 15 വർഷങ്ങൾക്ക് മുമ്പ് ഇതേ കാര്യങ്ങൾ ഞാൻ വിവേകുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ദാറ്റ് ഹൗ സിനിമ നീഡ്സ് ടു ബി മാർക്കറ്റഡ്, അതിന്റെ റെസ്പോൺസിബിലിറ്റി ആരുടേതാണ്, വൈ ഇസ് ഇറ്റ് നെസസറി എന്നൊക്കെ ഞാൻ ഇതുപോലെ സിനിമ റിലീസ് സംബന്ധിച്ച് പ്രസ് മീറ്റുകളും ഒക്കെ നടക്കുന്നതിന് മുമ്പൊരു കാലമുണ്ടല്ലോ, അന്ന് ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. സോ ഐ എം ഹാപ്പി ദാറ്റ് പീപ്പിൾ ആർ നൗ വി ആർ ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ഇറ്റ്. So there is still a long way to go to actually get it right.